ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. മറ്റൊരു സംഘടനയിലും ഭാഗമാകില്ലെന്ന് ഭാഗ്യലക്ഷ്മി. ദിലീപിനെ സംഘടനയിൽ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് തീരുമാനം. അർച്ചന ചേരുകയാണ്. അർച്ചന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഫെഫ്കെ സംഘടനക്കെതിരെ രൂക്ഷമായി വിമർശിച്ചാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്നലെ ദിലീപിനെതിരെ കുറ്റവിമുക്തനാക്കി വിധി വന്നതിന് പിന്നാലെ സംഘടനയിൽ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിവെച്ചുകൊണ്ടുള്ള ഭാഗ്യലക്ഷ്മിയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. മറ്റൊരു സംഘടനയിലും ഭാഗമാകില്ല എന്നുകൂടി ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. പ്രധാനമായും എല്ലാവരും ഒരുമിച്ച് നിർമ്മിച്ചെടുത്തൊരു സംഘടനയാണ്. അതിൽ ആരോടും പറയാതെയാണ്, കൂടിയാലോചിക്കാതെയാണ്, ഒരു കമ്മിറ്റി ചേരാതെയാണ് ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ഇന്നലെ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചതെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. തന്നോട് പോലും ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. മാത്രമല്ല, ദിലീപ് കീഴ്ക്കോടതി മാത്രമാണ് ഇപ്പോൾ തെളിവിന്റെ അഭാവത്തിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും എല്ലാം തന്നെ സമീപിക്കാം. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ദിലീപിനെ ഇത്തരത്തിൽ തെളിവിന്റെ അഭാവത്തിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സംഘടന എടുക്കാനുള്ള തീരുമാനം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ രാജിവെച്ചത്. മാത്രമല്ല, അതിജീവിതയെ കേൾക്കാനോ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് അറിയാനോ ഒന്നും സംഘടനയിൽ ഒരാൾ പോലും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇന്നലെ പോലും അവരെ വിളിക്കാനോ അവരോട് സംസാരിക്കാനോ സംഘടന ഒരാളും തയ്യാറായിട്ടില്ല എന്നത് കൂടിയുള്ള വിമർശനങ്ങൾ ഭാഗ്യലക്ഷ്മി ഉന്നയിക്കുന്നുണ്ട്. എന്നും താൻ അതിജീവിതയ്ക്കൊപ്പമാണ്, എല്ലാ അതിജീവിതമാർക്കും ഒപ്പമാണ്. ഇത്തരത്തിലൊരു ഈ വിരുദ്ധ നിലപാട് സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിൽ വലിയ വിഷമമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഭാഗ്യലക്ഷ്മി പറയുന്നത്. ഇതിന് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ രാജിവെക്കാനായി ഭാഗ്യലക്ഷ്മി ഒരുങ്ങുന്നത്. തീർച്ചയായും ഇക്കാര്യത്തിൽ ഭാഗ്യലക്ഷ്മിയുടെ ശക്തമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു. ദിലീപിനെ ഫെഫ്കയിൽ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരായിട്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ തീരുമാനം. അർച്ചന, ഇത് ഒറ്റപ്പെട്ട ഒരു പ്രതികരണമാണോ? ഈ ഭാഗ്യലക്ഷ്മിയുടെ കൂടെ കൂടുതൽ ആൾക്കാർ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഇത്തരത്തിൽ രാജ്യപ്രഖ്യാപനവുമായി ഭാഗ്യലക്ഷ്മി മാത്രമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ പലർക്കും ഇതിൽ വിയോജിപ്പുണ്ടാകാം. കാരണം ഇന്നലെ ഈ വിധി വരുന്നതിന് പിന്നാലെ പെട്ടെന്നാണ് സംഘടന ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത്. അതിൽ നമുക്ക് വ്യക്തമാണ്. കാരണം ഒരു കമ്മിറ്റി കൂടാതെയോ അല്ലെങ്കിൽ ഒരു യോഗം ചേരാതെയോ ആളുകളുമായി സംസാരിക്കാതെയോ ആണ് അത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്ന് ഇന്നലെ ഈ സംഘടനാ ഭാരവാഹികളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരത്തിൽ തുറന്നു പറച്ചുകൾ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആരോടൊക്കെ ഇത്തരത്തിൽ ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു വരുന്നതൊന്നും വ്യക്തമല്ല. എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്നത് ഒരു കമ്മിറ്റി പോലും ചേരാതെയാണ് ഇത്തരത്തിൽ ഭാരവാഹികൾ സ്വന്തമായ തീരുമാനമെടുത്ത് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ഇന്നലെ മാധ്യമങ്ങളിലടക്കം പറയുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നത്. കൂടുതൽ തുറന്നു പറച്ചിലുകൾ ഒരു പക്ഷേ വന്നേക്കാം. കാരണം ദിലീപിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള യോഗങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റിയോ ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുകയും ചെയ്യുന്നത്. എന്തായാലും സംഘടനയ്ക്കകത്ത് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള അത് ഫെഫ്കയിൽ മാത്രമല്ല, ഇപ്പോൾ അമ്മ സംഘടനയിലും ഒപ്പം മറ്റു സംഘടനയിലും എല്ലാം തന്നെ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നു എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിട്ടാണ്. എന്തായാലും ഇതൊന്നും ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോഴും ദിലീപിനെതിരെ ഈ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഈ സംഘടനയിലെല്ലാം ഉണ്ട്. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളുണ്ട്. ദിലീപ് എന്ന് തെളിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് നിലവിൽ ഈ കുറ്റവിമുക്തൻ എന്ന് ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയിൽ അടക്കം സമീപിക്കാവുന്നത് സർക്കാർ അപ്പീലിന് പോകുന്നുണ്ട്. ഈ സാഹചര്യം എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു നീക്കം, അതായത് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാകുന്നതെന്നാണ് ഭാഗ്യലക്ഷ്മി പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയ്ക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ തുറന്നു പറച്ചിലുകൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം തുടക്കം മുതൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന ആളുകൾ ഒരുപാട് ഈ സംഘടനക്കകത്താൻ എല്ലാം ഉണ്ട്. കാരണം ഈ അതിജീവിതയ്ക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ പോരാട്ടത്തിനൊപ്പം നിലയുറച്ച ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അവരെല്ലാം തന്നെ രംഗത്തെത്താനുള്ള ഒരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഭാഗ്യലക്ഷ്മി ഇപ്പോൾ സംഘടനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ അടക്കം ഭാഗ്യലക്ഷ്മി അതിജീവിതയ്ക്കൊപ്പമായിരുന്നു, അവരുടെ കൂടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവൾക്കൊപ്പമാണ് എന്നുമെന്ന് അവർ അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യപ്രഖ്യാപനം കൂടി വരുന്നത്. ഷമി, അർച്ചന, ഇന്നലെ ഈ വിധി പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ എല്ലാവരും അമ്പരന്ന് പോകുന്ന തരത്തിലാണ്. അമ്മ പെട്ടെന്ന് യോഗം ചേരുന്നു, മറ്റേയില്ല യുദ്ധകാല അന്തരീക്ഷത്തിലൊക്കെ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ്. ആ വിധി അങ്ങോട്ട് വന്ന് കഴിഞ്ഞ് വിധി ന്യായം ജഡ്ജി വായിച്ച് കഴിയുന്നതിന് മുമ്പേ അമ്മയുടെ യോഗം വിളിക്കുന്നു, ഫെഫ്കയുടെ യോഗം വിളിക്കുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ യോഗം വിളിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള
ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു? എന്തൊരു അർജൻസിയാണ് ഇക്കാര്യത്തിൽ? ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള എന്ത് കാരണമാണ്? അതിന് എന്ത് ന്യായീകരണമാണ് ഇവർക്ക് പറയാനുള്ളത്? അത്രമാത്രം പ്രധാനപ്പെട്ട ആളാണോ ഈ ദിലീപ് എന്ന് പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം, അദ്ദേഹത്തിൻ്റെ മറ്റ് സംഘടനകളെ സമ്മർദ്ദത്തിലാക്കാനും അവരെ കൊണ്ട് ഇത്തരത്തിൽ പെട്ടെന്ന് യോഗം വിളിപ്പിച്ച് ആ തീരുമാനമെടുക്കാനും ഒക്കെ ശേഷി തനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ദിലീപ്. അർച്ചന, ഷമി, അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരത്തിലൊരു വിധി വന്നതിന് പിന്നാലെ തന്നെയാണ് ഇത്തരം ഒരു നീക്കങ്ങൾ നടക്കുന്നത്. അതിൽ നിന്നും വ്യക്തമാണ് ദിലീപിനെ എത്രയും വേഗം സംഘടനയിലേക്ക് എടുക്കുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ എല്ലാം, അതായത് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് അത്രയും പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അത് ആലോചിക്കുന്നു എന്ന് പറയുന്നത്. അതൊരു കൂടിയ ആലോചനയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്കകത്ത് ചർച്ചയോ ഇല്ലാതെയാണ് എന്നത് ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും അതിൽ തന്നെയാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആളുകളുടെ രൂക്ഷമായ വിമർശനവും ഉണ്ടാകുന്നത്. തുടക്കം മുതൽ ഇവരെല്ലാം തന്നെ അതിജീവിതയ്ക്കൊപ്പം നിന്ന നിലപാടാണ് സ്വീകരിച്ചത്. അല്ലാതെ ഒരു കീഴ്ക്കോടതി വിധി വരുന്നതോടുകൂടി ഇത്തരത്തിൽ മലക്കം മറയുന്ന ഒരു കാഴ്ചയാണ് ഈ സംഘടനക്കകത്ത് നമ്മൾ കണ്ടത്. കാരണം ഈ തെളിവിന്റെ അഭാവത്തിൽ മാത്രമാണ് ഇപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരുന്നു, ശക്തമായി അതിജീവിതയ്ക്കൊപ്പം പിന്തുണച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനിയും നിയമ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാകുന്നത്. അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു അതിവേഗം സംഘടന ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ നമ്മൾ അർച്ചന, ഒരുപക്ഷെ ഈ സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു നിസ്സഹായത, അതായത് ദിലീപിന്റെ ആ ഒരു പവറിന് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അവർ പെട്ടെന്ന് തന്നെ ആ കമ്മിറ്റികൾ വിളിക്കേണ്ടി വരുന്ന ഒരു നിസ്സഹായത കൂടിയുണ്ടല്ലോ അതിൽ. തീർച്ചയായും സംഘടനയ്ക്കകത്ത് തന്നെ ദിലീപിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ ഈ അതിജീവിതയ്ക്കൊപ്പം പിന്തുണച്ച് ഒരുപാട് ആളുകൾ എത്തുമ്പോൾ തന്നെ ദിലീപിനെ പിന്തുണച്ചിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളോ ഒരുപാട് തുറന്നുപറച്ചുകൾ നമ്മൾ കേട്ടതാണ്. അതിപ്പോഴും സംഘടനയ്ക്കകത്തുണ്ട് എന്ന് തന്നെയാണ് അതിന് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഭാഗ്യലക്ഷ്മി വിമർശിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതുവരെ അതിജീവിതയെ കേൾക്കാനോ അല്ലെങ്കിൽ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ മനസ്സിലാക്കാനോ സംഘടനയിലെ ഒരാൾ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കാരണം ഇന്നലെ ഈ വിധി വന്നിട്ട് പോലും ആരും അവളുടെ മാനസികാവസ്ഥ, അവൾ എങ്ങനെയാണ് ഈ ഇത്രയും കാലം അതിനോട് പോരാടിയത്, അതൊന്നും മനസ്സിലാക്കാതെയാണ് ഉടനടി ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള ഈ നിയമം നടത്തിയിരിക്കുന്നത്. അതായത് ദിലീപ് സ്വാധീനം ചെലുത്തുന്ന ഈ സംഘടന തീർച്ചയായും ദിലീപിന്റെ ഈ ഒരു മേധാവിത്വം എല്ലാവരും അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഫെഫ്കയിൽ നിന്ന് രാജി സമർപ്പിച്ചിരിക്കുന്നു. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മി രാജി നൽകിയിരിക്കുന്നത്. അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്.